morning, everyone. How are you all? Today, we are going to learn about the new chapter in biology, digestion and transport of nutrients. ദഹനവും പോഷക സംവഹനവും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്റർ നല്ല നീറ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് നമ്മൾ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡൈജഷൻ. നമുക്കറിയാം, നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവനും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യണം അല്ലേ. അതായത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ പ്രോപ്പർ ഹെൽത്തിനും ഗ്രോത്തിനും വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ പറഞ്ഞു, നമ്മുടെ മെറ്റബോളിസം എന്ന ഫങ്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ബയോമോളിക്യൂൾസുകളൊക്കെ നമ്മുടെ ബോഡിയിൽ ആവശ്യമുണ്ടെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതിലടങ്ങിയിട്ടുള്ളതാണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡ്സും ഒക്കെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ലിപ്പിഡ്സും വൈറ്റമിനും സാൾട്ടും മിനറൽസും വാട്ടറും ഒക്കെ ഉണ്ടാവണം അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എനർജി ഉണ്ടാവണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ ടിഷ്യൂസിൻ്റെയൊക്കെ നിർമ്മാണത്തിന് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കണം. അതേപോലെ ലിപ്പിഡ്സ് അല്ലേ, നമ്മുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് വേണം? ലിപ്പിഡ്സ് അടങ്ങിയ ഫുഡ് കഴിക്കണം അല്ലേ. ഇനി വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ബോഡിയിൽ സ്മൂത്ത് ഫങ്ഷൻ നടക്കണമെങ്കിൽ അല്ലേ, റെസ്പിറേഷൻ, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിനെ മുഴുവനും കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ വേണം അല്ലേ. അതേപോലെ എന്താണ് വാട്ടർ നമുക്കറിയാമല്ലേ, നമ്മുടെ കിഡ്നിയുടെയൊക്കെ ഫങ്ഷൻ വളരെ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് വാട്ടറൊക്കെ കണക്കായ അളവിൽ നമ്മുടെ ബോഡിയിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ വേണമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താണ് ഈ ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഫുഡ് പ്ലേറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്ലേറ്റിൽ പകുതി എന്ന് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളായിരിക്കണം. അതേപോലെ തന്നെ ബാക്കി വരുന്ന ഹാഫ് ഭാഗത്തിൽ ഭാഗം അല്ലെങ്കിൽ എന്താണ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡും ഭാഗം മാത്രമേ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് പ്ലേറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഹാഫ് പഴങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സ് വെജിറ്റബിൾ ആയിരിക്കണം. ബാക്കി വരുന്നത് പ്രോട്ടീനും അതേപോലെ കാർബോഹൈഡ്രേറ്റും ആയിരിക്കണം. അതേപോലെ തന്നെ മിൽക്കി പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് അതും നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഫുഡ് പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, അതാണ് നമ്മുടെ ഒരു സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം, നമുക്ക് ന്യൂട്രീഷൻ ആവശ്യമാണ് അല്ലേ. നമ്മുടെ വളർച്ചയ്ക്ക് നമുക്ക് ന്യൂട്രീഷൻ അഥവാ പോഷണം ആവശ്യമാണ്. എന്താണ് ഈ പോഷണം എന്ന് പറഞ്ഞാൽ? ജീവികൾ പോഷകങ്ങൾക്കായി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പോഷണം എന്ന് പറയാം അല്ലേ. ന്യൂട്രീഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ന്യൂട്രിയൻസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുക, അത് നമ്മുടെ ബോഡിയിൽ പ്രയോജനപ്പെടുത്തുക, ഇതാണ് നമ്മുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂട്രീഷൻ നടക്കുന്നത് 5 സ്റ്റെപ്പുകളിലായിട്ടാണ്. ഒന്ന് ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജഷൻ. എന്താണ് ഇൻജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഫുഡ് കഴിക്കുക, അതാണ് ഇൻജഷൻ എന്ന് പറയുന്നത്. ഇനി ഡൈജഷൻ ആണെങ്കിലോ നമുക്കറിയാലേ, നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. ഇനി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാലോ, നമ്മൾ കഴിച്ചു അല്ലേ, നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അബ്സോർബ് ചെയ്യുക അഥവാ ആഗിരണം ചെയ്യുക. ദെൻ അടുത്തതാണ് അസിമിലേഷൻ അഥവാ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയും അല്ലേ. അതായത് നമ്മൾ ഈ അബ്സോർബ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ ബോഡി പാർട്സിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക, എത്തിക്കുക, അതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റാണ് നമ്മുടെ ഇജഷൻ അഥവാ എക്സ്ക്രേഷൻ എന്ന് പറയും. അതായത് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് വേസ്റ്റിനെയൊക്കെ നമ്മൾ പുറന്തള്ളുന്നതിനെയാണ് നമ്മൾ എക്സ്ക്രേഷൻ അഥവാ ഇജഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി
നമ്മൾ രണ്ട് ജീവികളിലെ അല്ലേ നമ്മുടെ ന്യൂട്രീഷൻ പ്രോസസ്സ് എങ്ങനെയാണ് അമീബ എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ നടക്കുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. നമുക്കറിയാം അമീബ എന്ന് പറയുന്നത് ഒരു ഒറ്റ കോശം മാത്രമുള്ള ഒരു ജീവിയാണ് നമ്മുടെ അമീബ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ അമീബക്ക് ഫുഡ് പാർട്ടിക്കിൾസിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഒരു കപടപാദമുണ്ട്, ഒരു സ്യൂഡോപോഡിയ. ഈ സ്യൂഡോപോഡിയ യൂസ് ചെയ്തുകൊണ്ട് ആദ്യം എന്ത് ചെയ്യും, അമീബ ഫുഡിനെ അങ്ങോട്ട് എൻഗൾഫ് ചെയ്യും, വിഴുങ്ങും. അതിനുശേഷം ഇത് ഫുഡ് വാക്യൂളിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ടാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നത്. അതായത് ഈ ഫുഡ് വാക്യൂളിനുള്ളിലെ ഒരുപാട് എൻസൈമുകളുണ്ട്. ഈ എൻസൈമുകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നു. ആവശ്യമായിട്ടുള്ളതിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കി വരുന്ന വേസ്റ്റ് അഥവാ റെമനൻസ് ആർ എക്സ്പെൽഡ് ത്രൂ ദി സെൽ സർഫേസ് അല്ലേ. സെൽ സർഫേസ് വഴി നമുക്കറിയാം ഒരൊറ്റ സെല്ലല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സർഫേസ് വഴി ആ വേസ്റ്റിനെയൊക്കെ എന്താണ് പുറന്തള്ളാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ അമീബയിൽ നടക്കുന്നത്. ഓക്കെ നമുക്ക് അമീബയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് മിസ്സൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ ഇതാണ് നമ്മുടെ അമീബ. ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഫുഡ് വരികയാണ്, ആ സമയത്ത് ഇതിന് ഇഞ്ചക്ഷൻ എന്ന പ്രോസസ്സ് നടക്കുകയാണ്. ഫുഡ് വാക്യൂളിനകത്തേക്ക് കയറുന്നു. ഇവിടെ വെച്ചിട്ട് ഡൈജഷൻ അല്ലെ എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡൈജഷൻ നടക്കുന്നു. അതിനുശേഷം അബ്സോർപ്ഷൻ നടക്കുന്നു. അബ്സോർപ്ഷന് ശേഷം നമുക്കറിയാം അവിടെ ആവശ്യമുള്ളതൊക്കെ അതിൻ്റെ ഒരൊറ്റ സെല്ലാണല്ലോ ഉള്ളത്, അവിടത്തേക്ക് എത്തി അസിമുലേഷൻ നടക്കുന്നു അല്ലേ. അപ്പോൾ അസിമുലേഷന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ വീണ്ടും കൂടിച്ചേർന്ന് എന്തായിട്ട് മാറുകയാണ്, വേസ്റ്റുകളൊക്കെ കൂടിച്ചേർന്ന് വീണ്ടും നമ്മുടെ സെൽ സർഫേസിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ എക്സ്ട്രാ സെല്ലിൻ്റെ സ്പേസ് വഴി ഏതെങ്കിലും ഒരു സെൽ സർഫേസ് വഴി പുറത്തേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ അമീബയിൽ നടക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ആളാണ് ഹൈഡ്ര അല്ലേ. നമ്മൾ അമീബ യൂണിസെല്ലുലാർ ആണെങ്കിൽ നമ്മൾ ഹൈഡ്ര എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പോൾ ഈ ഹൈഡ്രയിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഹൈഡ്രയ പാരലൈസസ് ദ പ്രേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെൻഡക്കിൾസ്. ഈ ഒരു കൈ പോലെ കാണുന്ന ഈ ഒരു ഭാഗമാണ് ടെൻഡക്കിൾസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ ഈ ടെൻഡക്കിൾസ് വെച്ച് അങ്ങ് എന്ത് ചെയ്യും, ഇതിനെ അങ്ങോട്ട് പാരലൈസ് ചെയ്യും അല്ലേ. അബോധാവസ്ഥയിലാക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ പാരലൈസ് ചെയ്തിട്ട് നേരെ അതിൻ്റെ മൗത്തിലേക്ക് കൊണ്ടുവരും. ആ മൗത്തിൽ നിന്ന് നേരെ ബോഡി ക്യാവിറ്റിയിലേക്ക് വരും. ഈ ബോഡി ക്യാവിറ്റിയിലെ വാൾസിൽ ഒരുപാട് എന്തുണ്ടാവും, സെൽ വാളിൽ ഒരുപാട് എൻസൈമുകൾ ഉണ്ടാവും. അവിടെ നിന്നും ഒരുപാട് എൻസൈമുകൾ സെക്രേറ്റ് ചെയ്യും. ഈ സെൽ വാളിൽ ഉള്ള എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി ഫസ്റ്റ് ഡൈജഷൻ അവിടെ നടക്കും. അതായത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കും. അതായത് പുറത്തു നിന്നുള്ള ഡൈജഷൻ നടക്കും. മൗത്തിൽ നിന്നും നേരെ ബോഡി ക്യാവിറ്റിയിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ട് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ഫസ്റ്റ് നടക്കുന്നു. അതായത് ഭാഗികമായിട്ടുള്ള പാർഷ്യൽ ഡൈജഷൻ നടക്കുന്നു. അതിനുശേഷം വീണ്ടും അത് എന്ത് ചെയ്യാണ്, കോശത്തിൻ്റെ അകത്തേക്ക് പോയി അവിടെ ഫുഡ് വാക്യൂളിലെത്തി അവിടെ വെച്ചിട്ടാണ് പിന്നെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഹൈഡ്രയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. സെല്ലിന് പുറത്തും സെല്ലിനകത്തും എന്തുണ്ട്, ദഹനം ഡൈജഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കോശാന്തരിക ദഹനവും ഉണ്ട്, ബാഹ്യ ദഹനം ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക ഹൈഡ്രയുടെ കേസിൽ. അതേപോലെ തന്നെ അങ്ങനെ എന്താണ് കംപ്ലീറ്റ്ലി ഡൈജഷൻ, അതായത് പാർഷ്യലി ഡൈജഷൻ നടന്നതിനെ കംപ്ലീറ്റ്ലി ഫുഡ് വാക്യൂളിൽ വെച്ച് ഡൈജഷൻ നടന്നതിന് ശേഷം ഇതിൻ്റെ ഫുഡ് വേസ്റ്റ്, അതായത് ഇതിലെ റെമനൻസ് ഒക്കെ വേസ്റ്റൊക്കെ പുറന്തള്ളുന്നത് ത്രൂ ദി മൗത്തിലൂടെ മാത്രമാണ്. അതായത് ഇവിടെ ഒരു ഓപ്പണിംഗ് ആയിട്ട് ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. മൗത്തിലൂടെ തന്നെയാണ് ഫുഡ് വേസ്റ്റിനെ എക്സ്പെല് ചെയ്യുന്നതും പുറന്തള്ളുന്നതും. ഇത് ഹൈഡ്രയുടെ കാര്യത്തിൽ ഇതിലൂടെയാണ്, ഈ പറയുന്ന മൗത്തിലൂടെയാണ്. ഇതാണ് നമ്മുടെ ഡൈജഷൻ്റെ രണ്ട് ഹൈഡ്രയിലെയും അമീബയുടെയും കാര്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡൈജഷൻ എന്നാണ്. എന്താണ് ഡൈജഷൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഫുഡ് അല്ലേ
കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ വളരെ സിമ്പിളായിട്ട് അബ്സോർബ് ചെയ്യാൻ പാകത്തിലുള്ള ഫോമാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് വിളിക്കുക. ഡൈജഷനെ മെക്കാനിക്കൽ ഡൈജഷൻ എന്നും കെമിക്കൽ ഡൈജഷൻ എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ഡൈജഷൻ നമുക്ക് 3 വേയിലൂടെയാണ് നടക്കുക എന്ന് പറഞ്ഞു. അതായത് മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. അതിൽ മെക്കാനിക്കൽ ഡൈജഷനിൽ തന്നെയാണ് വരുന്നത് നമ്മുടെ മൗത്തും സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനും ഒക്കെയാണ് മെക്കാനിക്കൽ ഡൈജഷനിൽ വരുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ മൗത്തിൽ വെച്ചിട്ടാണ് ഡൈജഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ച്യൂയിങ് അല്ലേ, ചവക്കുന്നു. പിന്നീട് നമ്മുടെ ഈസോഫാഗസ് വഴി പുറത്തേക്ക് പോകുന്ന സ്റ്റൊമക്കിലേക്ക് പോകുന്നത് വഴി അവിടെ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് നടക്കുന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ സ്റ്റൊമക്കിലെത്തുമ്പോഴേക്കും അവിടെ എന്താണ്, അതിനെ വലിയ മോളിക്യൂൾസ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് വലിയ ബിഗ് മോളിക്യൂൾസിനെ വീണ്ടും അവിടെ സെഗ്മെൻറ്റ് പാർട്ടാക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. അത് മൗത്തും സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുന്നത്. ഇനി കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എൻസൈമുകൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലേ, ഈ പറയുന്ന വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ സ്മോൾ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ചെറുതാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, കെമിക്കൽ ഡൈജഷനിൽ വരുന്നത്. ഓക്കെ, അവിടെ എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷൻ നടക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു മൗത്ത് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ട്, അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതിൽ നമുക്ക് മൗത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാം അല്ലേ, എന്തൊക്കെ ഭാഗങ്ങളാണ്, പാർട്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. പല്ലുകൾ, ടീത്ത് ഉണ്ട്, അതേപോലെ ടങ്ക് ഉണ്ട്, അതേപോലെ സലൈവറി ഗ്ലാൻഡുകൾ ഉണ്ട് അല്ലേ. നമ്മളെ വായിൽ നമുക്കറിയാം ടീത്ത് വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അതേപോലെ ടങ്ക് വെച്ചിട്ടാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്, അതേപോലെ സലൈവറി ഗ്ലാൻഡ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ജ്യൂസി പരുവത്തിലേക്ക് മാറ്റുന്നത് അല്ലേ. ഇനി നമുക്കിതിലുള്ള ടീത്തിനെ നന്നായിട്ട് നോക്കാം അല്ലേ. ദ ടീത്ത് ഇൻ ദ മൗത്ത് ഹെൽപ്പ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ച്യൂയിങ് ദ ഫുഡ് അല്ലേ. നമ്മളെ ഫുഡിനെ ബൈറ്റ് ചെയ്യാനും ച്യൂ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ പല്ല് എന്ന് പറയുന്നത്. പല്ലിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു സ്ട്രക്ചർ നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഫുഡിനെ എന്താണ് സ്റ്റാർച്ചിനെയൊക്കെ ചെറിയ ചെറിയ സ്മോൾ മോളിക്യൂൾസ് ആക്കി മാറ്റുന്ന ഫംഗ്ഷനാണ് നമുക്ക് അവിടെ ച്യൂയിങ്ങിൽ നടക്കുന്നത് അല്ലേ, നമ്മുടെ സലൈവറി അമലൈസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ പല്ലിൻ്റെ അതായത് നമ്മുടെ ടൂത്തിൻ്റെ പാർട്ട് പഠിക്കുകയാണ്. ഫസ്റ്റാണ് ഇനാമൽ. ഇനാമൽ എന്ന് പറഞ്ഞാൽ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി അല്ലേ, വളരെ കട്ടിയുള്ള ഭാഗമാണ് നമ്മൾ ഹ്യൂമൻ ബോഡിക്കകത്തത് ഇനാമൽ എന്ന് പറയുന്നത്. ദ ഔട്ടർ കവറിങ് ഓഫ് ദ ടൂത്ത് നോൺ ലിവിങ്, അതായത് നോൺ ലിവിങ് ജീവനില്ലാത്ത ടിഷ്യൂസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ പല്ലിൻ്റെ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേരാണ് ഇനാമൽ. ഇനി ഡെൻറ്റൈൻ എന്ന് പറയുന്നതാണ് സെക്കൻഡ്. ഡെൻറ്റൈൻ എന്ന് പറയുന്നത് ലിവിങ് ടിഷ്യൂസ് അതായത് ജീവനുള്ള ടിഷ്യൂസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡെൻറ്റൈൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇത് ഔട്ടർ കവറിങ്ങിനാണ് നമ്മൾ ഇനാമൽ എന്ന് പറയുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഡെൻറ്റൈൻ, അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഡെൻറ്റൽ പൾപ്പ് ക്യാവിറ്റി അല്ലെങ്കിൽ ഡെൻറ്റൽ പൾപ്പ് എന്ന് പറയാം. ഇത് ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദി ടൂത്ത് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെ മൃദുവായ ടിഷ്യൂസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിലാണ് നമ്മൾ ബ്ലഡ് വെസൽസും അതേപോലെ നെർവ്സും ഒക്കെ കാണുക. നമ്മൾ പല്ല് വരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിലേക്ക് പഴുപ്പൊക്കെ എത്തുന്ന സമയത്താണ് നമുക്ക് പല്ല് വേദനയൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒരു പല്ലിനെ നമ്മൾ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലേ അവിടെ ഒരു കുഴി കാണാൻ പറ്റും, ഹോള് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്താണ് നമ്മളെ പല്ലിനെ ഒരു സോക്കറ്റിൽ നിലനിർത്തി പോകുക. അതായത് ആ സോക്കറ്റ് ആ ഒരു കുഴിക്കകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, സിമൻറ്റം എന്ന് പറയുന്നതിൽ വെച്ചിട്ടാണ് നമ്മൾ പല്ലിനെ അവിടെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന് അർത്ഥം അല്ലേ. സിമൻറ്റം കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് അല്ലേ. അതായത് പല്ലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സിമൻറ്റം ഉപയോഗിച്ചിട്ടാണ് അവിടെ അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, പല്ലിൻ്റെ കണക്ഷൻ വരുന്നത് സിമൻറ്റത്തിലാണ് അല്ലേ. സിമൻറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലിനെ മോണയുമായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നതിനെയാണ് നമ്മൾ സിമൻറ്റം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് സിമൻറ്റം, കാൽസ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദി ഗം. അപ്പോൾ ഈ 4 ഭാഗങ്ങളും നിർബന്ധമായിട്ട് പഠിച്ചു നോക്കുക. ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ് ക്യാവിറ്റി, സിമൻറ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ
സ്റ്റൊമക്ക് അല്ലേ? 3 ഭാഗങ്ങൾ പറഞ്ഞു. മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ സ്റ്റൊമക്കിലേക്ക് എത്തുന്നത് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴിയാണ്. അതായത് നമ്മളിങ്ങനെ ജ്യൂസി പരുവത്തിലാക്കിയ ഫുഡിനെ ഇങ്ങനെ ഇടിച്ച് പിഴിയുന്നൊരു രൂപം ഉണ്ടാവുമല്ലോ, അതേപോലെ ഇങ്ങനെ എന്താണ് നമ്മുടെ പെരിസ്റ്റാൾസിസിലൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മുടെ ഈസോഫാഗസിലൂടെ കടന്നു പോകുന്നത് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴിയാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൺവേർട്ട് ദ ഫുഡ് ഇൻ ടു പേസ്റ്റ് ഫോം. അത് ഇവിടെ വെച്ചിട്ട് നമ്മളെ ഫുഡിനെ നല്ല പേസ്റ്റാക്കി മാറ്റുകയാണ്. അതായത് ഇങ്ങനെ ഈ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴി ഈസോഫാഗസിലേക്ക് ലൂടെ സ്റ്റൊമക്കിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഫുഡ് എന്തായി മാറിയിട്ടുണ്ടാവും? ഒരു പേസ്റ്റി ഫോമായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഇവിടെ വെച്ചിട്ടാണ് സ്റ്റൊമക്കിൽ വെച്ചിട്ട് മറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ഹെൽപ്പോട് കൂടി എൻസൈമിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കുറച്ചും കൂടി ജ്യൂസി പരുവത്തിലേക്ക് മാറ്റുന്നത്. ഇനി പെരിസ്റ്റാൾസിസ് അഥവാ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ച് നടക്കുന്നത് നമ്മളെ ഈ വലിയ മോളിക്യൂൾസ് ആയിട്ടുള്ള ഫുഡിനെ, ജ്യൂസി പരുവത്തിലുള്ള ഫുഡിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ സ്മോൾ സെഗ്മെൻ്റ് ആക്കി മാറ്റാണ് നമ്മൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ച് നടക്കുന്നത്. അവിടെ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ സ്വാലോയിങ് അല്ലേ, നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ സ്വാലോയിങ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങലല്ലേ. എങ്ങനെയാണ് നമ്മൾ വിഴുങ്ങുക, ഒരു ഫുഡിനെ എങ്ങനെയാണ് വിഴുങ്ങുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നാവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫുഡിനെ അല്ലേ. നമുക്ക് ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും. പാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അണ്ണാക്കാണ്, മേലണ്ണാക്കിനെയാണ് നമ്മൾ പാലറ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടതായ ഓള കാണാൻ പറ്റും, ചെറുനാക്ക്. ഫാരിങ്സ് കാണാൻ പറ്റും, ഗ്രസനി എന്ന് പറയും ഫാരിങ്സ്. അതേപോലെ തന്നെ എന്താണ് എപ്പിഗ്ലോട്ടിസ്, അതായത് ഗ്ലാൻഡ് അല്ലേ, നമ്മളെ ട്രക്കിയ അടച്ചു പിടിക്കുന്ന ഗ്ലാൻഡാണ് എപ്പിഗ്ലോട്ടിസ്. അതേപോലെ ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ അന്നനാളം, ഫുഡ് ഇറങ്ങി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് പോകുന്നതാണ് ഈസോഫാഗസ്. ട്രക്കിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളം അല്ലേ. അപ്പോൾ ഇത്രയും പാർട്സ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലറ്റ്. നമ്മുടെ അണ്ണാക്കിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ടങ് എന്ത് ചെയ്യണം, ഫുഡിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്തിട്ട് ബോളാക്കി ഉരുളയാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ ഓവള ക്ലോസസ് ദ നെസൽ. അപ്പോൾ ഫുഡ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, നമ്മുടെ ഓവള നെസൽ ക്യാവിറ്റി, അതായത് നാസ ഗൊഹര അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ് അല്ലേ. അല്ലാത്ത സമയത്ത് നമ്മൾക്കറിയാം എയറും ഫുഡും ഒരേപോലെയാണ് പോകുന്നത് എങ്കിൽ ഇവിടെ ആര് ഓപ്പൺ ആവും, നമ്മുടെ ട്രക്കി ഓപ്പൺ ആവും. അപ്പോൾ അബദ്ധവശാൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ബിക്കോസ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എയറും ഫുഡും ഒന്നിച്ചു പോകുന്ന സമയത്ത് എന്താണ്, നമ്മൾ എയർ കടക്കാൻ വേണ്ടി ട്രക്കി ഓപ്പൺ ആവുകയും അതിലേക്ക് അബദ്ധവശാൽ ഫുഡ് ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം അല്ലേ. അപ്പോൾ ഈ ഫുഡ് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ നെസൽ ക്യാവിറ്റി അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ഓളയാണ്. ഓക്കെ, ചെറുനാക്ക് അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ടങ് അലൗസ് ഫുഡ് ടു മൂവ് ഓവർ ദി എപ്പിഗ്ലോട്ടിസ് ഇൻ ടു ദി ഈസോഫാഗസ്. അതായത് ഈസോഫാഗസ് വഴി എന്താണ് നമ്മൾ ഫുഡ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത്, ഈസോഫാഗസ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമ്മുടെ നാക്കിൻ്റെ പിൻവശം പോസ്റ്റീരിയർ പാർട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫുഡിനെ ഈ എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡിലൂടെ അവിടെ എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡിനെ കവർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, ഈസോഫാഗസ് വഴി നമ്മുടെ ഫുഡിനെ നേരെ ഈസോഫാഗസിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ് പോസ്റ്റീരിയർ പാർട്ട് ചെയ്യുന്നത്, നാവിൻ്റെ പിൻവശം. അതേ സമയത്ത് ട്രക്കിയ എന്ത് ചെയ്യും, എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡ് അവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ട്രക്കിയെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈസോഫാഗസിലൂടെ ഫുഡ് പോകുന്ന സമയത്ത് ട്രക്കിയ ഒന്ന് ഉയർന്ന് നിൽക്കുകയും അവിടെ എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡ് അതിനെ കവർ ചെയ്ത് ട്രക്കി ഒന്ന് ഉയർന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡ് വന്നിട്ട് കവർ ചെയ്യും. ആ സമയത്താണ് ഈസോഫാഗസിലൂടെ ഫുഡ് നേരെ സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അങ്ങനെ ഫുഡ് നമ്മൾ സ്റ്റൊമക്കിൽ എത്തുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ സ്റ്റൊമക്കിൽ ഒരുപാട് ഗ്യാസ്ട്രിക് ജ്യൂസും അതേപോലെ തന്നെ ഒരുപാട് എൻസൈമുകളുണ്ട്. അപ്പോൾ ആമാശയ രസത്തിൽ പെടുന്നതാണ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതേപോലെ പെപ്സിൻ, ലിപ്പേസ് എന്നൊക്കെ പറയുന്നതാണ് അവിടെയുള്ള എൻസൈമുകളാണ്. അതേപോലെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഗ്ലാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് പെപ്സിനും ലിപ്പേസസും ഒക്കെ. അപ്പോൾ ഇവിടെ മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ശ്ലേഷ്മമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ആണല്ലോ അല്ലേ. അപ്പോൾ ഈ ആസിഡിൻ്റെ ആ ഒരു ഇതിൽ നിന്നും നമ്മുടെ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്റ്റൊമക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി
സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂക്കസ് എന്ന് പറയുന്ന ശ്ലേഷ്മം അവിടെ ഉള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സ്റ്റൊമക്കിൻ്റെ ഭിത്തിയിൽ വാളിൽ എന്തുണ്ടാവും, ഈ പറയുന്ന ശ്ലേഷ്മം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ആയിട്ടുള്ള HCLൻ്റെ ആ ഒരു ജ്യൂസി എന്താണ് ആസിഡിൻ്റെ ഇതിൽ നിന്നും നമ്മുടെ സ്റ്റൊമക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി പഠിക്കാൻ പോവുകയാണ്. നമുക്കറിയാം മൗത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്കറിയാം ഫുഡ് എത്തിക്കഴിഞ്ഞാൽ അവിടെ സലൈവക്കകത്തുള്ള സലൈവറി അമലേസുമായിട്ട് അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. പല്ലും അതേപോലെ ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്, നമ്മുടെ കഴിക്കുന്ന സ്റ്റാർച്ച് ബിഗിൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവറി അമലൈസ് ഓഫ് സലൈവ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സലൈവറി ഗ്ലാൻഡ്. അപ്പോൾ സലൈവറി അമലൈസിൻ്റെ ഹെൽപ്പോട് കൂടി അവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നും എന്താണ് ഈസോഫാഗസ് വഴി അല്ലേ, രണ്ടാമത് ഈസോഫാഗസ് വഴി പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് വഴി ഫുഡ് നേരെ സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യുന്നു. സ്റ്റൊമക്കിൽ വെച്ചിട്ട് മിസ് പറഞ്ഞതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്, അല്ലാതെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അവിടെ ഗ്യാസ്ട്രിക് ജ്യൂസായിട്ട് വരുന്നത്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള നമ്മുടെ ഫുഡിലുള്ള ജേംസിനെയൊക്കെ നശിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ആ ഒരു pH, ആ ഒരു സ്റ്റൊമക്കിലുള്ള pHനെ റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ കുറച്ച് എൻസൈമുകളുണ്ട്. പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. ലിപ്പേസസ് ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ നേരത്തെ പറഞ്ഞ മ്യൂക്കസ് എന്ത് ചെയ്യാണ്, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാളിനെ ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ ആക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ്ട്രിക് ജ്യൂസാണ്. അതിൻ്റെ ആ ഒരു ആക്ഷനിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആളാണ് മ്യൂക്കസ്. അതേപോലെ പെപ്സിൻ പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻ, ലിപ്പേസസ് ഡൈജസ്റ്റ് ലിപ്പിഡ്സ്. ഇനി നമ്മുടെ അടുത്ത നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന 2 ആൾക്കാരാണ് ലിവറും പാൻക്രിയാസും. അത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈൽ എന്ന് പറയുന്ന ഒരു ഗ്യാസ്ട്രിക് ജ്യൂസാണ് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എൻസൈമുകളില്ല, ലിവറിൽ എൻസൈമുകളില്ല. പിന്നെ വലിയ ഫാറ്റ് മോളിക്യൂൾസിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റി അവിടെ pH റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മുടെ ലിവറാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ആളാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ അറിയാം, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ ഡിയോഡനത്തിലെത്തുന്നു. അതായത് ഡിയോഡനം എന്ന് പറഞ്ഞാൽ പക്വാശയം, ഈ ഒരു കുഴൽ പോലുള്ള ഭാഗമാണ് ഡിയോഡനം എന്ന് പറയുന്നത്. ഇതാണ് പാൻക്രിയാസ്. ഓക്കെ, അപ്പോൾ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ തന്നെ ഉള്ള എൻസൈമാണ് പാൻക്രിയാറ്റിക് അമലൈസ്. എന്ത് ചെയ്യും, പാർഷ്യലി ഡൈജസ്റ്റ് സ്റ്റാർച്ച്, നമ്മൾ സ്റ്റാർച്ചിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള മറ്റൊരു എൻസൈമാണ് ട്രിപ്സിൻ, അത് പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. അടുത്തൊരു എൻസൈമാണ് ലിപ്പേസസ് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പിഡ് അല്ലേ. ലിപ്പിഡിനെ കംപ്ലീറ്റ് ഡൈജസ്റ്റ് ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്ത് ചെയ്യാണ്, നമ്മളെ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. ട്രിപ്സിൻ പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം എന്താണ്, കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പിഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഇനി കെമിക്കൽ ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി നമ്മൾ ഇതുവരെ കിട്ടിയ എല്ലാ ജ്യൂസും ബൈലും എല്ലാം കൂടി വന്ന് ചേരുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കൺവേർട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഇൻ ടു സിമ്പിൾ കമ്പോണൻറ്റ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗലക്ടോസ്. അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ ഈ പറയുന്ന ഇൻറ്റസ്റ്റൈൻ ജ്യൂസ് പ്രസൻ്റ് ആയിട്ടുള്ള, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യാണ്, ഗ്ലൂക്കോസും ഗലക്ടോസും ഫ്രക്ടോസും ഒക്കെ ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയുള്ള പ്രോട്ടിയാസിസ് എന്ന് പറയുന്ന എൻസൈം പ്രോട്ടീനെ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ചെയ്ത് അമിനോ ആസിഡാക്കി മാറ്റുന്നു. ഓക്കെ,
പിന്നെ ഇവിടെ വരുന്ന ബാക്കിയുള്ള അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസിനെയൊക്കെ എന്ത് ചെയ്യാണ്, ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് എൻറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് ദ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്, വാട്ടർ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ചിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വാട്ടർ, മിനറൽസ് ഒക്കെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അൺഡൈജസ്റ്റഡ് ഫുഡിനെ നേരെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് വിടുന്നു. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റിനൊക്കെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് വിടുന്നു. അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസസ് റീച്ച് ഹിയർ, ദ അബ്സോർപ്ഷൻ ഓഫ് റിമൈനിങ് വാട്ടർ ആൻഡ് സാൾട്ട് ഒക്കോസ് ഹിയർ, അല്ലേ? അതായത് ഇനി നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള വാട്ടറും സാൾട്ടൊക്കെ ഇവിടെ വെച്ച് വീണ്ടും അഗെയിൻ അബ്സോർബ് ചെയ്യപ്പെടുന്നു. സർട്ടൈൻ ബാക്ടീരിയ ഓഫ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ പ്രൊഡ്യൂസ് വൈറ്റമിൻ കെ ആൻഡ് ബി കോംപ്ലക്സ്, അല്ലേ? അപ്പോൾ നമ്മുടെ അവിടെ കുറച്ച് നല്ല ബാക്ടീരിയാസ് ഉണ്ട്. അവരെന്ത് ചെയ്യാണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ കെയും ബി കോംപ്ലക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ബാക്കി വരുന്ന വേസ്റ്റിനെ ആനസ് വഴി എക്സ്പെല് ചെയ്യാണ് ചെയ്യുന്നത്.